കഴിഞ്ഞ ആഴ്ച വല്ലാത്തൊരു യുദ്ധഭീതിയായിരുന്നു മാർക്കറ്റിനെ കംപ്ലീറ്റ് ഗ്രസിച്ചത്, വേൾഡ് മാർക്കറ്റിനും ഇന്ത്യൻ മാർക്കറ്റിനും. നമ്മൾ നോക്കാൻ നേരത്തെ ഡൗ കഴിഞ്ഞ ആഴ്ച 2.5% ആണ് ഡൗ ജോൺസ് താഴെ പോയത്. അതിനുള്ള വലിയ കാരണം ഈ യുദ്ധഭീതി മാത്രമല്ല, പൊതുവെ വന്ന ഇൻഫ്ലേഷനിലുള്ള ഒരു വീക്ക് റിപ്പോർട്ടാണ് വേറൊരു കാരണം. അനലിസ്റ്റുകൾ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ മോണിറ്ററി പോളിസി ഇൻഫ്ലേഷന്റെ ബേസിൽ ഓൾറെഡി 3 പ്രൈസ് കട്ടാണ് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഡിലേ വരുമോ എന്നുള്ള ഒരു ആശങ്ക ഓൾറെഡി മാർക്കറ്റിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പുറത്താണ് ഡൗ ജോൺസ് താഴെ പോയത്. യുദ്ധഭീതിയിൽ ക്രൂഡ് ഓയിൽ $90 മേളിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗോൾഡ് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു, $2,930 ഹിറ്റ് ചെയ്തു. ഇൻട്രസ്റ്റിംഗ്ലി ഗോൾഡ്മാൻ സാക്സ് ഗോൾഡിന്റെ ടാർഗറ്റ് $2,700 ആണ് പറഞ്ഞിരിക്കുന്നത്. ഗോൾഡ്മാൻ സാക്സിന്റെ ഒരു പഠനത്തിലാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്നത് 106 ലെവലിന് മുകളിലേക്ക് അത് അപ്പായി കഴിഞ്ഞു. ട്രഷറി ബോൺസ്, യുഎസിലെ ട്രഷറി ബോൺസ് 4% മേളിൽ ഗെയിൻ ചെയ്തു. ട്രഷറി ബോൺസ് കൂടുവാണെന്ന് വെച്ചാൽ ഇക്വിറ്റീസിന് പ്രഷർ ആണെന്ന് അതിന്റെ അർത്ഥം. എപ്പോഴും ഇക്വിറ്റീസും ട്രഷറി ബോൺസും ഇൻവേഴ്സ്ലിയാണ് വർക്ക് ചെയ്യുന്നത്. ട്രഷറി ബോൺസ് കൂടിയാൽ ഇക്വിറ്റീസ് താഴെ പോകും, ഇക്വിറ്റി കയറിയാൽ ട്രഷറി ബോൺസിന്റെ 5% താഴെ പോകും. ശരിക്കും ജപ്പാൻ യെൻ എന്ന് പറയുന്നത് 34-year ലോയിലാണ് ഈ കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ ഇന്ത്യൻ റുപ്പിയും വീക്കിലാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് എടുത്താൽ വെള്ളിയാഴ്ച എന്താ പറയണ്ടത്, ഗവൺമെന്റും മൗറീഷ്യസും തമ്മിലുള്ള ഒരു ട്രീറ്റി, ഒരു FPSന്റെ പേരിലുള്ള ട്രീറ്റിയുടെ പുറത്ത് നമ്മുടെ മാർക്കറ്റ് താഴെപ്പോന്നാണ് നമ്മൾ ഈ കഴിഞ്ഞ ഫ്രൈഡേ കണ്ടത്. പക്ഷെ നമ്മുടെ പ്ലസ് പോയിന്റ്സ്, നമ്മുടെ ഓവറോൾ എൻവയറമെന്റ് വളരെ സപ്പോർട്ടീവാണ്. നമ്മുടെ മാർച്ചിലെ CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 5.09 നിന്ന് 4.85% ആയിട്ട് താഴ്ന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് നമ്മുടെ GDP 7% ഫോർകാസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മിഡ് ക്യാപ്സും സ്മോൾ ക്യാപ്സും വലിയ ലോസസ് അവോയ്ഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. മെറ്റൽസ് ആയിരുന്നു ഫോക്കസ്ഡ്. ഹിന്ദുസ്ഥാൻ 27% ആണ് കയറിയത്. ആൻഡ് ഫാർമ സ്റ്റോക്സ് 2% താഴെ പോകുന്നു നമ്മൾ കണ്ടു. ആൻഡ് FIS കണ്ടിന്യൂസ് ടു ബി ദി നെറ്റ് സെല്ലേഴ്സ് എന്നുള്ള നമ്മൾ ഏറ്റവും വലിയൊരു കൺസേൺ കാര്യം. ബേസിക്കലി ആ ഒരു മൊറീഷ്യസ് ട്രീറ്റി FISന്റെ ഒരു എന്താ പറയണ്ടേ, ഒരു മൊമെന്റത്തിന്റെ ഒരു വീക്കായ എന്നുള്ളതാണ് വലിയൊരു ഫാക്ടർ. നമ്മൾ കഴിഞ്ഞ 2 ദിവസം വേൾഡ് എസ്കലേഷൻ കൂടുന്നതാണ് കണ്ടത്. എസ്പെഷ്യലി വേൾഡിന്റെ ക്രൂഡിന്റെ 15% ചെങ്കടലിൽ കൂടെ പോകുന്നതുകൊണ്ട്, ലോജിസ്റ്റിക്സ് ചെങ്കടലിൽ കൂടെ പോകുന്നതുകൊണ്ട് തന്നെ എനി വോളറ്റിലിറ്റി ഇൻ ദിസ് ഏരിയ, ഈ ഏരിയയിലെ ഏത് വോളറ്റിലിറ്റിയും സീരിയസ് ആയിട്ട് പല കൺട്രീസിനും ബാധിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്നാൽ ഇറാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, അവരെ സംബന്ധിച്ച് അറ്റാക്ക് അവരെ കഴിഞ്ഞു എന്നുള്ള ഡിക്ലറേഷൻ മാർക്കറ്റിൽ, ഇന്നത്തെ മാർക്കറ്റിനെ വലിയ റീസൺസ് കൊടുക്കാനുള്ള സാധ്യതകൾ മുമ്പിലുണ്ട്. മാർക്കറ്റ് ഇപ്പോഴും ടെൻഷനിലാവുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ ഇറാന്റെ ലേറ്റസ്റ്റ് ഡിക്ലറേഷൻ മാർക്കറ്റിന് വലിയ റീസൺസ് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ FPS മൊറീഷ്യസ് ട്രീറ്റിയുടെ പുറത്ത് വീണ്ടും വിൽപ്പന തുടരുവാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും സമ്മർദ്ദത്തിൽ പോകാൻ സാധ്യതയുണ്ട്. അതൊരിക്കലും വാർ ബേസ്ഡ് അല്ല. ഇപ്പം മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലാണ്. മാർക്കറ്റിന്റെ ലോങ് ടൈം ട്രെൻഡ് ഇൻടാക്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന മാർക്കറ്റാണ്. ഹയർ ലോ ഹൈ കൺസെപ്റ്റ് മൂവ് ചെയ്യുന്ന മാർക്കറ്റാണ്. ആ ലോയ്ക്കും ആ ഹൈക്കും യാതൊരു വ്യത്യാസം സോഫാർ വന്നിട്ടില്ല. നമുക്ക് മാർക്കറ്റിന്റെ ഓപ്പൺ ചെയ്തിട്ടാണ് നമുക്ക് കൂടുതൽ അനാലിസിസ് നടത്താൻ സാധിക്കത്തുള്ളൂ. സ്വിംഗ് സ്റ്റോക്സ് ആണ് ബേസിക്കലി. ഈ സ്റ്റോക്സ് ഒക്കെ ടൈറ്റ് കൺസോളിഡേഷനിൽ നിൽക്കുന്ന സ്റ്റോക്കുകളാണ് ഇന്ത്യത്ത് പലതും. കാസ്ട്രോൾ ആണ്. കാസ്ട്രോള് പുൾ ബാക്ക്, ഒരു ബ്രേക്ക്ഔട്ട് കൊടുത്തിട്ട് പുൾ ബാക്ക് കിടക്കുന്ന സ്റ്റോക്കാണ്. ഓയിൽ ടൈറ്റ് കൺസോളിഡേഷനിലുള്ള സ്റ്റോക്കാണ്. സർദാ മോട്ടേഴ്സും ടൈറ്റ് കൺസോളിഡേഷനിലാണ്. ആൻഡ് JSW എനർജി. നമ്മളൊരു 2 മിനിറ്റ് ഒരു അനാലിസിസ് നടത്തുവാണ് ഒരു സ്റ്റോക്കിനെ കുറിച്ച്. നമ്മൾ ഇങ്ങനത്തെ കുറച്ച് 2 മിനിറ്റ് അനാലിസിസ് കൂടുതൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിന്ന് പറയുന്നത് ജുവലറി സ്റ്റോക്കിനെ കുറിച്ചാണ്. സെൻകോ എന്ന് പറയുന്നതാണ് ജുവലറി സ്റ്റോക്കിന്റെ പേര്. സെൻകോ ബേസിക്കലി ഈസ്റ്റിലും നോർത്ത് ഈസ്റ്റിലുമാണ് മെയിൻ ആയിട്ട് അവർ ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. ആൻഡ് അവരെ സംബന്ധിച്ച് 158 സ്റ്റോഴ്സ് ഉണ്ട്. സെൻകോയ്ക്ക് ടോട്ടലായിട്ട് 16 സ്റ്റേറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. 90 സ്റ്റോഴ്സ് കമ്പനി ഓൺഡ് ആണ്. 65 ഷോപ്സ് ബേസിക്കലി ഫ്രാഞ്ചൈസ് ഷോറൂമാണ്. കമ്പനിയുടെ ഗ്രോത്ത് ബേസിക്കലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈസ്റ്റിലും നോർത്ത് ഈസ്റ്റിലും എന്തുമാത്രം കമ്പനിക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കും എന്നുള്ള സ്റ്റേറ്റിന്റെ ഗ്രോത്തിനെ കുറിച്ചും കമ്പനി ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്യുള്ളതാണ്. കാര്യം 158 സ്റ്റോഴ്സിൽ 117 സ്റ്റോഴ്സ് അവർക്ക് നോർത്ത് ഈസ്റ്റിലുമാണുള്ളത് ശരിക്കും. പക്ഷെ നമ്മൾ നോക്കാൻ നേരത്ത് ഇന്ത്യയുടെ ഓവറോൾ ജുവലറി മാർക്കറ്റിലെ ഈ ഒരു റീജിയൻ, ദാറ്റ് മീൻസ് ഈസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് റീജിയൻ എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റ് കോൺട്രിബ്യൂഷൻ 15% ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ കമ്പനി നോർത്തേൺ റീജിയനിലെ കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നോർത്തേൺ റീജിയന്റെ കോൺട്രിബ്യൂഷൻ ജുവലറി ബിസിനസ്സിലെ 18 to 23% ആണ് ഉള്ളത്. മാനേജ്മെന്റ്
മാനേജ്മെന്റ് പ്ലാൻസിൽ അവർ നെക്സ്റ്റ് ഒരു 1 ഇയറിൽ 18 to 20 ഷോപ്സ് ആണ് അവർ കൂടുതൽ ആഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. സോ ബൈ 2026 കൂടി ബേസിക്കലി ജുവലറി മാർക്കറ്റ് ബേസിക്കലി അൺഓർഗനൈസ്ഡ് പ്ലേസ് ആണ് കൂടുതൽ കളിക്കുന്നത്. പക്ഷേ 2026 കൂടി ഗവൺമെന്റ് കൂടുതൽ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നതോടുകൂടി BS ഹോൾ മാർക്കറ്റിൽ കൊണ്ടുവന്നതോടുകൂടി അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നിന്നും ഈ ഒരു ജുവലറി ആ ഒരു പർട്ടിക്കുലർ സെഗ്മെന്റ് ബേസിക്കലി ഓർഗനൈസ്ഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ 2022 38% ആയിരുന്നു ഓർഗനൈസ്ഡ് പ്ലേസിന്റെ കോൺട്രിബ്യൂഷൻ എങ്കിൽ കറന്റ് കോൺട്രിബ്യൂഷൻ വന്നിട്ട് 40 to 47% ആയിട്ട് മാറിക്കഴിഞ്ഞു ഓൾറെഡി. ഇപ്പോൾ സെൻകോയുടെ പെർഫോമൻസ് നമുക്ക് എടുത്തു നോക്കാം. റവന്യൂ ഫ്രം ഓപ്പറേഷൻ വന്നിട്ട് 4094 കോടിയായി 9 മാസത്തെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 26% ആണ് എക്സ്പാൻഡ് ചെയ്തത്. എബിറ്റ ഗ്രൂ ചെയ്തത് 288 കോടിയാണ്, 250 കോടിയിൽ നിന്നും. പ്രോഫിറ്റ് വന്നിട്ട് 149 crores ആണ് 9 months പെർഫോമൻസിലെ ഗ്രോത്ത് ഓഫ് 12% കമ്പയർ ടു കറസ്പോണ്ടിങ് പ്രീവിയസ് ഇയർ. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയണ്ടേ, എബിറ്റ കൂടിയെങ്കിൽ പോലും എബിറ്റ മാർജിൻ ഒന്ന് ഡൗൺ ആയി പോയി. 7.7% നിന്നും 9 months പെർഫോമൻസ് എബിറ്റ മാർജിൻ 7% ആയിട്ട് താഴെ പോയി. അതുപോലെ PAT പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാർജിൻ 4.1 നിന്നും 3.6 ആയിട്ട് ഷ്രിങ്ക് ചെയ്തു. അതുപോലെ തന്നെ സ്റ്റഡ് റേഷ്യോ എന്ന് വെച്ചാൽ ഷെയർ ഓഫ് ഡയമണ്ട് ജുവലറി ഇൻ റവന്യൂ ആണ്. അത് 11% ആണ് 9 months 24 വന്നിരിക്കുന്നത്. അത് എന്താ പറയണ്ടേ, 2022 കമ്പയർ ചെയ്യുമ്പോൾ അതിന് ഒരു പ്ലസ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും സ്റ്റഡ് റേഷ്യോയില്. പക്ഷെ മാർജിൻ ഡിക്ലൈൻ വരാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി കസ്റ്റമറെ അട്രാക്ട് ചെയ്യാനായിട്ട് കൂടുതൽ ഓഫേഴ്സും കൂടുതൽ ഡിസ്കൗണ്ട്സും കമ്പനിക്ക് കൊടുക്കേണ്ടി വന്നു. ഡ്യൂ ടു കോമ്പറ്റീഷൻ ആണ്. ശരിക്കും എപ്പോഴും ജുവലറി മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കൂടുന്തോറും കമ്പനീസ് ആർ ഫോഴ്സ്ഡ് ടു ഓഫർ മോർ ഓഫേഴ്സ്, ഡിസ്കൗണ്ട്സ് ഒക്കെ വരും. പ്രത്യേകിച്ച് ഗോൾഡിന് പ്രൈസ് കൂടുമ്പോൾ കസ്റ്റമറെ ഗോൾഡ് ബൈ ചെയ്യാതെ പലപ്പോഴും ഗോൾഡിൽ നിന്ന് ബൈ ചെയ്യുന്നത് ഒന്ന് മാറി നിൽക്കുന്ന ഒരു സമയത്താണ് കമ്പനികൾ ഇത് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. സോ നമ്മളെ സെൻകോയെ കമ്പയർ ചെയ്യാൻ നേരത്തെ സെൻകോയുടെ PAs കല്യാൺ ജുവലേഴ്സ് ആണെങ്കിലും ടൈറ്റാൻ ആണെങ്കിലും രണ്ടും ഹയർ വാല്യൂഷനിൽ കിടക്കുന്ന സ്റ്റോക്കുകളാണ്. പക്ഷേ സെൻകോയെ നോക്കാൻ നേരത്തെ സെൻകോ ഈ ടൈറ്റാനെക്കാളിലും കല്യാൺ ജുവലിനെക്കാളിലും വളരെ ചെറിയൊരു പ്ലെയർ ആണെന്നുള്ള ഒരു വലിയൊരു ഫാക്ടറാണ്. അത് സെൻകോ കൂടുതൽ ഡിസ്കൗണ്ട്സ് ഇനിയും ഫ്യൂച്ചറിൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്ക് കൂട്ടല്. സോ സെൻകോ ഈ ഒരു കാരണങ്ങൾ കൊണ്ടുവരുന്നത് കാര്യം അവർ PAസിന്റെ പിയർ ഗ്രൂപ്പിനെക്കാളും കുറച്ചുകൂടെ ചെറിയ സ്റ്റോക്ക് ആയതുകൊണ്ടും കുറച്ചുകൂടെ ഡിസ്കൗണ്ട്സിൽ കൂടുതൽ ഫോക്കസ് സ്റ്റോക്ക് ആയതുകൊണ്ടും എന്താ പറയണ്ടേ, ഇനിയും ആ രീതിയിലായിരിക്കാം അവരുടെ ബിസിനസ് ത്രൈവ് ചെയ്യാൻ സാധ്യത. പ്രൊവൈഡഡ് നോർത്ത് ഈസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻ ഓവറാൾ ജുവലറിയിൽ കൂടണം എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട സെൻകോയെ സംബന്ധിച്ച്.